ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടാസ്ക് കംപ്ലീറ്റ് ആക്കണ്ട, നിങ്ങൾക്ക് സ്പിൻ ചെയ്യണ്ട, സ്ക്രാച്ച് ചെയ്യണ്ട, റെഫർ ചെയ്യണ്ട, പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്യണ്ട. വർക്ക് എന്ന് പറഞ്ഞ സംഭവമില്ല. പക്ഷെ നിങ്ങൾക്ക് 100 രൂപ കിട്ടുകയും ചെയ്യും. 100 രൂപയെ കിട്ടുള്ളൂ. അതിന്റെ മണ്ടയിലോട്ടും കിട്ടൂല, താഴോട്ടും കിട്ടൂല, 100 രൂപയെ കിട്ടുള്ളൂ. അപ്പൊ വെറുതെ 100 രൂപ എങ്ങനെ ക്ലെയിം ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതാണ് അതിനുള്ള ആൻസർ. ഈ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾ കിട്ടുന്നതായിരിക്കും. അതായത് വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, പേടിഎം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇപ്പൊ നല്ല രീതിയിൽ ഡൗൺ ആണ്. അവരുടെ പേയ്മെന്റ്സ് ബാങ്ക് സ്റ്റോപ്പ് ആക്കി, അതേപോലെ വാലറ്റും കാര്യങ്ങളും നമുക്ക് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആപ്ലിക്കേഷൻ അവർ തന്നെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഓഫറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു ഫ്ലാറ്റ് 100 റുപ്പീസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, 100 റുപ്പീസ് നിങ്ങൾക്ക് എന്താണെങ്കിലും കിട്ടുന്നതായിരിക്കും. അപ്പൊ പേടിഎം എന്താണെന്ന് അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഒരു UPI ആപ്ലിക്കേഷൻ ആണ്. ട്രാൻസാക്ഷൻ ഒക്കെ നടത്താൻ വേണ്ടിയുള്ള നമ്മുടെ ഗൂഗിൾ പേ പോലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഫോൺ പേ പോലെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. പേടിഎം അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ ബാങ്കായിട്ട് ലിങ്ക് ചെയ്ത നമ്പർ കൊടുക്കുക. ബാങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ പേയിൽ ലിങ്ക് ചെയ്യുന്ന പോലെ ലിങ്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ നമ്മൾ വീഡിയോയിൽ ഒത്തിരി പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ പേടിഎമ്മും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകണ്ട, എന്റെ വീഡിയോയുടെ താഴെ ലിങ്ക് കാണും. ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ബാങ്കായിട്ട് ലിങ്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയി നോക്കുക എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന്. അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഏറ്റവും ടോപ്പിൽ ഗ്രാബ് ദ ഓഫർ നൗ എന്ന് പറഞ്ഞ 100 റുപ്പീസ് ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ആക്ടിവേറ്റ് നൗ എന്നും കൊടുത്തിട്ടുണ്ട്. ആക്ടിവേറ്റ് നൗ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വലിയ രീതിയിൽ എമൗണ്ടും കാര്യങ്ങളൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ലെന്ന് കേട്ടോ. അത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ തന്നെ പോയി ചെയ്യാണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം പോയിരുന്ന് ചെയ്യുക. അപ്പൊ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ആ ഒരു സംഭവത്തെ ആ ഒരു ബാനറിൽ ക്ലിക്ക് ചെയ്യുക. ആ ബാനറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഗെറ്റ് അഷോർഡ് 100 റുപ്പീസ് ക്യാഷ് ബാക്ക് ഓൺ UPI പേയ്മെന്റ്സ് യൂസിംഗ് ദ പേടിഎം ആപ്പ് എന്ന് പറഞ്ഞൊരു ഓഫറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ കാണാൻ സാധിക്കും നമുക്ക് എന്തൊക്കെ രീതിയിലാണ്, എന്തൊക്കെ ചെയ്താലാണ് ഈ ഒരു ക്യാഷ് ബാക്ക് കിട്ടുന്നത്. സ്കാൻ ആൻഡ് പേ, UPI മണി ട്രാൻസ്ഫർ, ബിൽ പേയ്മെന്റ്, അതേപോലെ തന്നെ അടുത്തൊരു ഓഫർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമുക്ക് അവിടെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിനകത്ത് 100 രൂപ 500 രൂപ കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ സാധനം ആക്ടിവേറ്റ് ചെയ്യുക. ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം അവിടെ പേ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. പേ നൗ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ഷോപ്പിൽ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും മെർച്ചന്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, മെർച്ചന്റ് അക്കൗണ്ടിലേക്ക് ആയിരിക്കണം അയക്കുന്നത്. അതാവുള്ളൂ ആകെ ഒരു കണ്ടീഷൻ, മെർച്ചന്റ് അക്കൗണ്ട് ആയിരിക്കണം. മെർച്ചന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പില് കടകളിലൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്കാനറില്ലേ, അതാണ് മെർച്ചന്റ് അക്കൗണ്ട്. അപ്പൊ അങ്ങോട്ടായിരിക്കണം പൈസ പോവേണ്ടത്. അത് 1 രൂപ ആയാലും കുഴപ്പമില്ല, 2 രൂപ ആയാലും കുഴപ്പമില്ല. നിങ്ങൾ എത്രയാണ് വായിക്കുന്നത്, എത്ര അയച്ചാലും സെയിം എമൗണ്ട് ആയിരിക്കും റിസീവ് ആവുന്നത്. അതായത് ഫസ്റ്റ് പേയ്മെന്റ്, അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്തു, പേ നൗ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സ്കാനർ വഴി നിങ്ങൾ എത്ര രൂപയാണേലും 1, 2, 5, 10 അയച്ചു, നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു 10 രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. 1, 2 രൂപയൊന്നും അല്ല, 10 രൂപയുടെ അപ്പം തന്നെ ക്യാഷ് ബാക്ക്. അത് നിങ്ങൾ 10 രൂപയുടെ മണ്ടയിൽ അയക്കണമെന്നൊന്നുമില്ല. 1 രൂപ അയച്ചാലും മതി, 2 രൂപ അയച്ചാലും മതി, എത്ര അയച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ എന്താണേലും ഇപ്പോഴത്തെ ആൾക്കാർ എന്താണേലും കയ്യിൽ ക്യാഷ് ഒന്നും കൊണ്ടു നടക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾ UPI ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ സാധാരണ പോലെ നിങ്ങൾ പേടിഎം യൂസ് ചെയ്ത് ഈ ഒരു ആക്ടിവേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് തന്നെ പേ നൗ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് അയക്കുക. അപ്പൊ തന്നെ 10 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ബാക്കി 90 രൂപ എപ്പോ കിട്ടുമെന്ന് ചോദിച്ചാല് നമ്മൾ 10 ഡേയ്സ് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, ആ ഒരു ബാനർ ക്ലിക്ക് ചെയ്യുക, പേ നൗ ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു 10 ദിവസം കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളിത് ഇപ്പൊ കാണാൻ സാധിക്കും ആദ്യത്തെ 10 പേയ്മെന്റ് കഴിയുമ്പോഴാണ് നമുക്ക് ഈ പേയ്മെന്റ്, അതായത് 100 രൂപ നമുക്ക് 10 രൂപ ഓൾറെഡി കിട്ടി, ബാക്കി 90 രൂപ കിട്ടണമെങ്കിൽ 10 പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. അത് 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. എന്ന് വെച്ച് നിങ്ങൾ ഇന്ന് തന്നെ പോയി 10 പേയ്മെന്റ് കംപ്ലീറ്റ് ആക്കരുത്, കിട്ടത്തില്ല. ഓരോ ദിവസം ഓരോ പേയ്മെന്റ് നടത്താവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യ ദിവസം ഒരു പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് 10 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. അതിന്റെ പ്രൂഫാണ് ഞാനിപ്പോ കാണിച്ചു തരുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ദിവസം എത്ര രൂപ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുക. 1, 2, 5, 10 നിങ്ങളുടെ ഇഷ്ടം ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ നമുക്ക് ഒന്നും തന്നെ കിട്ടത്തില്ല. മൂന്നാമത്തെ
ദിവസം അങ്ങനെ ചെയ്യുക. 4, 5, 6, 7, 8, 9 10ാമത്തെ ദിവസം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടുന്നതായിരിക്കും. 90 രൂപയുടെ ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ ഓഫറിൽ 10 രൂപ കിട്ടി, ഇതിൽ നിന്ന് നമുക്കൊരു 90 രൂപ കിട്ടി. ടോട്ടല് 100 രൂപ. 10 ദിവസം കൊണ്ട് 100 രൂപ. ഒരു വർക്കും ഇല്ല. നിങ്ങൾ സാധാരണ നിങ്ങൾ പേ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ വിട്ടുപോകരുത്. ഒരു ദിവസം പോലും നിങ്ങൾ വിട്ടുപോകരുത്. കാരണം 10 ഡേയ്സേ ഉള്ളൂ ഈ സംഭവം. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞ് 10 ഡേയ്സ് കഴിയുമ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് കാണാൻ പറ്റാണ്ടാവും. സോ നിങ്ങൾ ഒരു ദിവസം പോലും വിട്ട് കളയരുത്. പിന്നെ ഞാനിപ്പോ അവിടെ ക്യാഷ് ബാക്ക് പോയിന്റ്സ് ആ നീല ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും. ഇനി എത്ര ദിവസം കൂടെ ഉണ്ട് ബാക്കി, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ 10 ദിവസം കംപ്ലീറ്റ് ചെയ്യുക. 10ാമത്തെ ദിവസം ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടുന്നതായിരിക്കും. അതിനകത്ത് 90 റുപ്പീസ് ആയിരിക്കും. കുറഞ്ഞുമില്ല കൊടുത്തുമില്ല, 90 റുപ്പീസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ടോട്ടല് 10+90 100 റുപ്പീസ് നമുക്ക് 10 ദിവസം കൊണ്ട് കിട്ടുന്നതായിരിക്കും. വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല. റെഫർ ചെയ്യേണ്ട, ടാസ്ക് ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് പേയ്മെന്റ് അയച്ചാൽ മതി. അതോ എത്ര രൂപ അയക്കണമെന്ന് പോലും ഇല്ല. 1 ആണെങ്കിലും 2 ആണെങ്കിലും 5 ആണെങ്കിലും 10 ആണെങ്കിലും 20 ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. സിമ്പിളായ ഒരു ഓഫറും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ എത്ര കാലം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ലിമിറ്റഡ് ടൈം ആയിരിക്കും. ഇവരെ വീണ്ടും യൂസേഴ്സിനെ പിടിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. കാരണം ഓൾറെഡി പേടിഎമ്മും കാര്യങ്ങളൊക്കെ ഇപ്പൊ നല്ലപോലെ ഡൗൺ ആയി നിൽക്കുവാണ്. കുറെ പേര് അൺഇൻസ്റ്റാൾ ആക്കി പോയിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ഓഫറാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിനടി യാതൊരു കുഴപ്പമില്ല. വെരിഫൈഡ് ഏണിംഗ് ആപ്ലിക്കേഷൻ ആണ്. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ഏണിംഗ് ആപ്ലിക്കേഷൻ അല്ല, UPI ആപ്ലിക്കേഷൻ ആണ്. പറഞ്ഞ് ശീലിച്ചു പോയോണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഓഫറാണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്കും കിട്ടട്ടെ. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഓഫേഴ്സും ലൂട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം.